real beauty in your heart. Boche Golden Diamonds. Buy now, pay later. തൃത്താല മണ്ഡലം തിരിച്ചുപിടിച്ച UDF വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ട് മുതൽ തന്നെ UDF സ്ഥാനാർത്ഥി VT ബൽറാം വ്യക്തമായ ഭൂരിപക്ഷത്തോടെയായിരുന്നു മുന്നേറിയത്. സംസ്ഥാനത്ത് ഐതിഹാസികമായ തിരിച്ചുവരവാണ് UDFന്റേതെന്ന് VT ബൽറാം പ്രതികരിച്ചു. കഴിഞ്ഞ തവണ 3018 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തൃത്താല മണ്ഡലം VT ബൽറാമിന്റെ കൈകളിൽ നിന്നും LDF തിരിച്ചുപിടിച്ചതെങ്കിൽ ഇത്തവണ 8385 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് VT ബൽറാം തൃത്താല മണ്ഡലം തിരിച്ചുപിടിച്ചിരിക്കുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തന്നെ വ്യക്തമായ ആധിപത്യമായിരുന്നു UDFനുണ്ടായത്. 4ാം റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും UDF വിജയം ഉറപ്പിച്ചു. പത്രിപ്പാലയിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് മുന്നണി സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ എത്തിയിരുന്നു. LDFന് ഒരു തവണ പോലും മേൽക്കൈ കൊടുക്കാനാവാത്ത വിധമുള്ള മുന്നേറ്റമായിരുന്നു UDF കാഴ്ചവെച്ചത്. ആകെ പോൾ ചെയ്ത 1,59,558 വോട്ടിംഗ് 76,427 വോട്ടാണ് VT ബൽറാമിന് ലഭിച്ചത്. MP രാജേഷിന് 68,042 വോട്ടും ലഭിച്ചു. NDA സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണന് 15,051 വോട്ടും ലഭിച്ചു. SDPI സ്ഥാനാർത്ഥി ഷഹീർ ചാലിപ്പുറത്തിന് 1,746 വോട്ടാണ് ലഭിച്ചത്. വോട്ടെണ്ണൽ 5ാം റൗണ്ടിലെത്തിയപ്പോഴേക്കും തന്നെ VT ബൽറാം വിജയം ഉറപ്പിച്ചിരുന്നു. പിന്നീട് ഭൂരിപക്ഷം അറിയാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. 12,000 മുകളിലേക്ക് എത്തിയ ഭൂരിപക്ഷം നാഗലശ്ശേരിയിലെയും തിരുമറ്റക്കൂട്ടെയും വോട്ടെണ്ണൽ പൂർത്തിയായതിനു ശേഷമാണ് 8,000-ലേക്ക് എത്തിയത്. സംസ്ഥാനത്തെ UDFന് ഐതിഹാസികമായ വിജയമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് VT ബൽറാം പ്രതികരിച്ചു. തൃത്താലയിൽ UDFന്റെ അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവിന് എന്നോടൊപ്പം നിന്ന മുഴുവൻ നാട്ടുകാർക്കും UDFന്റെ സഹപ്രവർത്തകർക്കും എന്റെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതിന്റെ ഏതാണ്ട് 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഇത്തവണ തൃത്താല തിരിച്ചുപിടിക്കാൻ അതിന് കഴിയുന്ന തരത്തിൽ എന്നോടൊപ്പം നിന്ന് എന്നിൽ വിശ്വാസം അർപ്പിച്ച മുഴുവൻ നാട്ടുകാർക്കും പ്രിയപ്പെട്ട തൃത്താലക്കാർക്ക് മുഴുവൻ എന്റെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇത് ഐതിഹാസികമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് 10 വർഷത്തിന് ശേഷം കേരളത്തിൽ UDF കാഴ്ചവെക്കുന്നത്. കേരളം മുഴുവനുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിൽ പൊറുതിമുട്ടി ഒരു മാറ്റത്തിന് വേണ്ടി, ഒരു നല്ല നാളേക്ക് വേണ്ടി UDFൽ വിശ്വാസം അർപ്പിച്ച് കൂടെ നിന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും മതനിരപേക്ഷവാദികളെയും ഞാൻ UDFന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം അത് പൂർണ്ണമായി കാത്തു സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഉത്തരവാദിത്വമായിട്ട് മുന്നോട്ട് പോകും. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്ന്